കർണാടകയിലെ ഒരു വെയിറ്റ് ഷർട്ടായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത്. അപ്പൊ അതാണ് കാർവാർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോണ വഴി കേട്ടോ. പോണ വഴി ഭയങ്കര വിശപ്പ്. ഇനി ഫുഡെല്ലാം റെഡി ആക്കണം. അപ്പൊ അതാക്കണ് വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ടേബിളും സിലിണ്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അരിയൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിന്. ഇനി കത്തിച്ചാണ്ട് അടുപ്പത്തേക്ക് വെച്ചാൽ മതി. കൊണ്ടുപോവാ അത് സിലിണ്ടർ. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വീടുകളൊന്നും കാണാനില്ല. അപ്പൊ ഇപ്പൊ ആരും വരൂല എന്നാണ് നമ്മളെ പ്രതീക്ഷ കേട്ടോ. അതുകൊണ്ട് വേഗം പെട്ടെന്ന് ആക്കിയിട്ട് സ്ഥലം വിടാന്നുള്ള ഇതിലാണ്. മറ്റേ വീടുകളൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോ ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാൻ ആൾക്കാർ കുറെ വരൂലേ, ബസ് കയറാനുള്ളവരൊക്കെ. ചിക്കൻ നന്നാക്കാ പോണത് തന്നെ തീ ഒന്നിച്ചാളും. കാറ്റടിക്കോ? കാറ്റടിക്കുന്നുണ്ട്. നേരത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ നിക്കുന്നു. അപ്പൊ മഴയാണ്ട് പെയ്ത്, പേരും മഴയാണ്ട് പെയ്ത്, എല്ലാം അങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തേച്ച്. കാറ്റടിക്കുന്നതിന് കോട്ടയൊക്കെ പിടിച്ചിങ്ങനെ റെഡിയായി നിക്കുന്നു. അപ്പൊ ഉണ്ട് പേരും മഴ, എല്ലാ സാധനവും പെറുക്കി അങ്ങോട്ട് തന്നെ എടുത്തേച്ച്. ഇപ്പൊ കിട്ടിയ നല്ലൊരു സ്ഥലമാണ്. ഒരാൾക്ക് ചിക്കൻ കഴുകണം, അതിന് ഇതായി നിക്കാണ്. അതിൽ എണ്ണമയ ഉണ്ടാവുകൊണ്ട് കൈ ഇതാവും. എടുക്ക്. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോട്ടെ, റോട്ടിക്ക് കരുതട്ടോ. ഭയങ്കര സ്പീഡല്ലേ വണ്ടിക്കെല്ലാം. ചിക്കനൊക്കെ നമ്മള് കടയിൽ നിന്ന് മേടിച്ചാട്ടോ. അവിടെ ലെഗ് പീസൊക്കെ എന്തി കഷ്ണാക്കില്ലേ? കഷ്ണങ്ങളാക്കില്ലേ? ലെഗ് പീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എല്ല് കഷ്ണാക്കി. അപ്പൊ പാപ്പാച്ചി പറഞ്ഞ അവരോട് കുറച്ച് ചെറിയ പീസാക്കിയാൽ മതി പറഞ്ഞപ്പോ അവര് ഇങ്ങനത്തെ ചെറിയ പീസാക്കാനാണ്. എന്നിട്ട് പാപ്പാജി കണ്ടപ്പോ പറയണേ കുറച്ച് പീസാക്കിയാൽ മതി പറഞ്ഞപ്പോ എല്ലാം അങ്ങനെ തന്നെ ആക്കി. ഇങ്ങോട്ട് ഏതായാലും മഴ അല്ല കേട്ടോ, ഇങ്ങോട്ട് നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതായാലും ഇങ്ങോട്ടെ അതിന്റെ അണയാൻ ചാൻസ് ഇല്ല. അത് കാറ്റിന് കെടും മിക്കവാറും. കൊട പിടിക്കണം. നമുക്ക് ഫുഡ് റെഡി ആയിട്ട് കാണിക്കട്ടോ. അവരെ കുറച്ച് ബ്രേക്ക് ഉണ്ട്, കാരണം കുറച്ച് മെനക്കെട്ട പരിപാടി. കാറ്റിന് തീ അണഞ്ഞു പോകും. അപ്പൊ ഒരാൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാല് നടക്കൂല. ഞാനതല്ലേ പറഞ്ഞേ, ഞാനത് ചെറുതാ മേടിക്കാൻ പറഞ്ഞേ ഞാൻ പപ്പാച്ചോട്. എന്താണ് പപ്പാച്ച അത് വേണ്ട പറഞ്ഞു. ഇവിടെ ഒക്കെ നിക്കണ്ടല്ലോ അല്ലേ? വണ്ടിയില് മാത്രം പുതപ്പിൽ നിക്കണില്ല. ആ കൊടർത്ത് നൂർത്തിയാണ് നിങ്ങൾ പിടിച്ചാണിത്. ഇല്ല എപ്പോഴൊന്നും ആവൂല. യാത്രക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥലമാണല്ലേ? അല്ലേ? അല്ല വെച്ചുണ്ടാക്കി തിന്നണോൾക്ക്. അങ്ങനെ നിക്കില്ല കാലിങ്ങനെ ചിക്കനൊന്നും കൊറേ അധികമായല്ലോ. കൊറേ അധികമായല്ലോ. ഇന്നലത്തെ അത്ര മേടിച്ചാ പോരേന്നോ?
ആ ഇന്ന് ഒറ്റ അടിക്കാണ്ട് കേറുകയെ എന്ത് പെരുന്നാള് മലയാളികൾ കാണുമ്പോ പറ്റിക്കണാണോ ഒക്കെ അറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ് അപ്പം മേടിക്കാതെ പോലെന്നറിയാം. അതാ ഇന്നത്തെ ഇരകള് നമ്മളേക്കും. ഒട്ടകം ഇങ്ങനത്തെ കുഴപ്പമില്ല. ഇതാണ് കുറച്ചുകൂടെ എല്ലുള്ള നോക്കിട്ടിടണം. എന്താണ് അല്ല എല്ലുള്ള കഷ്ണം നോക്കിട്ടിടാൻ പറയാ. ചണ്ടി കഷ്ണം ഇട്ട് ആർക്കും വേണ്ടിയില്ല. ലച്ചുവാണോ ഇത് വറക്കുന്നേ? ലച്ചുവാണെന്ന് ചിക്കൻ വറക്ക. ചോറായില്ലേ? ചോറായി ഇറക്കി വെച്ചു. വിസിലടിച്ചു. ഒറ്റ വിസില് ഇറക്കി അങ്ങോട്ട് വെച്ചു. ഇവനെന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? അവന്റെ യുദ്ധത്തില് റോബോട്ടിന്റെ തല പോയോ? തെറിച്ചു പോയി. അതിലേലോ തെറിച്ചു പോയി. കാണാനല്ലോ തലയില്ലാത്തവൻ. തലയില്ലാത്ത റോബോട്ട് എന്ത് മതിയോ? മതി, ഞാൻ ബാക്കി അടുത്ത് പോട്ട്. ഈ നെയ്യും കഷ്ണട്ടാ. ആ നെയ്യും ഇവിടെ ഇടും. എനിക്ക് വിശക്കണു. പാവും ആ കൂടിയിട്ട് ഇഷ്ടമാണ്. ഞാനൊന്ന് ടൗണിൽ പോയി എന്നാലോ? എന്തിന്? വെറുതെ. ഇനി മതി. ഇതായിട്ട് കഴിക്കുക. അടുത്ത് ഇവിടെ കടന്നുറങ്ങിയാലോ? തീറ്റ കഴിഞ്ഞൊരു ഒറ്റ കടത്തലേ. പിന്നെ ചായ ഇട്ട് കുടിച്ചിട്ട് എന്നിട്ടാണ് പോവുക. മതി ഇഞ്ഞിടല്ലേ. ഞാൻ അതിൻ്റെ അടുത്ത് മാറി നിന്ന് എനിക്ക് തടിക്ക നല്ലത്. ഇങ്ങനെ എണ്ണിക്കോളി. ബസ് ഇങ്ങനെ പോണത് ഓരോന്ന്. ബസ്സാണ് എനിക്ക് ബസ്. ഒരാള് ബസ് എണ്ണ, ഒരു ടീം ബൈക്ക് പോണെണ്ണ, അടുത്ത ടീം കാറ്. ആർക്കാ ഏറ്റവും കൂടുതൽ എണ്ണം കിട്ടിയത് നോക്കുക. എണ്ണി തോറ്റ ഞാൻ കടം പെരുകൂട്ടോ. ഞാനെണ്ണൂല. ചെക്കൻ്റെ സാധനം ഇപ്പൊ എങ്ങനെ കിട്ടും? ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് പറയാ പണ്ടിൻ്റെ റോബോട്ടിൻ്റെ തല ഞങ്ങളിവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലിരുന്ന് ഫുഡ് ഉണ്ടാക്കിയപ്പം കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് തെറിച്ചങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളിട്ട് അന്ന് കുറേ തിരഞ്ഞ് ഞങ്ങളിൽ എത്രങ്ങാനും പണ്ടാണെന്ന് അറിയുമെന്ന് പറഞ്ഞു. ഓൻ കഥ ഇങ്ങനെ പറയുന്നു. ഒരു 10-15 കൊല്ലം കഴിഞ്ഞോ അങ്ങനെ ടൂർ വരുമ്പോഴാവും ഓൻ അന്നേരം ഇല വന്നിട്ടൊക്കെ നോക്കും. ചിലപ്പോ അതെന്താച്ചാ യുദ്ധാണ്. ഓനിഷ്ടം പട്ടാളക്കാരനാകാനാ ഓനിഷ്ടം. അപ്പൊ ഓൻ എന്താ ചെയ്യണ ഓൻ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാണ്. എന്നെ വെറുതെ കാട്ടിച്ചണ്ട് കൊള്ളും അല്ലേടാ. യുദ്ധത്തിൽ തല പോയ രാജാവിനെ ശവം കൊണ്ട് പോവാഞ്ഞ്. രാജാവിന്റെ തലയില്ലാതെ കൊണ്ടുപോകും വീട്ടിലോട്ട്. മരിച്ചുപോയ രാജാവിനെയും കൊണ്ട് പോകഞ്ഞ്. ആ രാജാവിന്റെ അടുത്തുള്ള വണ്ടിക്കകത്തുനിന്ന്. എന്നാലും ഇത് എവിടെ പോയി കാണൂടാ. എനിക്ക് ബേക്കറി എന്തെങ്കിലും വാങ്ങി എനിക്ക് ചായയും കൂടി കുടിച്ചിട്ടുണ്ട് പോകുന്നില്ലേ. വൈകുന്നേരത്തെ ചായ കൂടിയും കഴിയും. ലെഗ് പീസ് അല്ല അയാൾ ഞുനിഞ്ഞാക്കി. വെള്ളം കുറേ ചേർക്കണം കേട്ടോ. വെറുതെ കൈ കഴിക്കാണ്ട് തീർക്കണ്ട. എടുത്ത് നിറയ്ക്കാൻ ഗതിയടല്ലേ. ചോറായി കേട്ടോ. ചോറായി. പെട്ടെന്നുള്ള വരവായോണ്ടേ ഇത് ഊറ്റിയെടുക്കണ തവി ഉണ്ടല്ലോ ഫുള്ള് അരിപ്പ പോലത്തെ അതെടുക്കാൻ മറന്നു ഞാന്. ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ എടുക്കലുണ്ട്. വെള്ളത്തോടുള്ള ചോറ് തിന്നാം. കഞ്ഞിവെള്ളത്തോട് കൂടിയിട്ടുള്ള ചോറ്. അതന്നെ ഏറെയാണ്. പച്ചക്കറി എടുത്തില്ല. പച്ചച്ചോറല്ലേ വേണ്ടേ? അവിയലും ഇതൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യില്.
ആ ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് തടി എടുക്കാം. നാളെ സ്കൂൾ തുറക്കാണ്. 10 ദിവസത്തെ അവധി ഇന്നത്തോടു കൂടി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിക്കണം. ചോറായിട്ടോ, കറിയായി. പിന്നെ കഴിക്കുക, എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടൊക്കെ പോവാ. സ്ഥലം വിടുക. ചൂട് ചോറ. നല്ല വെയിറ്റ് ഷർട്ട്. ചെല്ലുന്നതൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. നല്ല സുഖമായിരിക്കും. 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് സംഭവമില്ല ചോറും കറിയൊക്കെ ആയി അല്ലേ? ആവും. ഇതിപ്പോ വൈകുന്നേരം വരാം. ഇന്നലെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയറിയോ? വെയിലിന്റെ വെയില്, പൊരിഞ്ഞ വെയില്. എന്നിട്ട് ആ ഒഴിഞ്ഞ സ്ഥലത്ത് ഇതേപോലെ ഉണ്ടാക്കി കുറെ നേരം തലയിൽ തുണിയൊക്കെ ഇട്ട് നിന്ന്. പിന്നെ ഞാൻ കൊടയൊക്കെ ചൂടി കാറ്റടിക്കാതെ നിന്ന് വണ്ടി ഇങ്ങനെ പോവാന്. കാറ്റോണ്ട് കാറ്റ്. കൊട കൊണ്ടൊക്കെ മറച്ച് ചെന്നല കഞ്ഞി തിളപ്പിച്ച് പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട്. ചോറ് രസമുണ്ടോ? ചോറ് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ സമയം എത്രയായിരുന്നു പറഞ്ഞോടത്തെ? 4 ആയി. 4:03. അപ്പൊ 4:05 ആകാനായി. നേരെ 4 മണിക്കാണ്. ഉച്ചക്കത്തെ ചോറിനാണ്. രാവിലെ ഉച്ചക്ക് നമ്മളിത് കഴിച്ചല്ലേ? രാവിലെ ഇന്ന് ദോശ. ഇന്നലെ ഒരു സാധനം തിന്നെ അതാകെ പഞ്ചറായി. ഇന്നിപ്പോ ദോശ ഒന്നു. പക്ഷെ ഈ ചോറിന് നല്ല രസമുണ്ട്. പഴിച്ചു കുഴങ്ങനെ പഞ്ചറായി പിടുത്തം വിട്ട് നിൽക്കുമ്പോ ചൂടുള്ള ചോറും വായിക്ക് ചൂടുള്ളൊരു കറി. ഇറച്ചെന്നെ വേണമെന്നൊന്നുമില്ല. ചൂടുള്ളൊരു കറിയും കിട്ടുമ്പോണ്ടല്ലോ അത് തിന്നുമ്പോ ഒരു സുഖമുണ്ട് അല്ലേ? പിന്നെ സ്വർഗത്തേക്ക് ഇങ്ങനെ കടന്നിങ്ങനെ പോണ മാരിക്കാണ്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് മറ്റൊരു യാത്ര തുടങ്ങാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ എല്ലാരെയും അനുഗ്രഹം, നിങ്ങളെല്ലാരും സപ്പോർട്ടാണ് നമ്മളെ ഒരു ഇതെന്ന് പറയണത്. അപ്പൊ നിങ്ങളെല്ലാരും നമ്മളെ ഇതാക്കുക. അപ്പൊ നമുക്ക് പിന്നെ കാണാം.